ഇപ്പോൾ പലപ്പോഴും നമ്മളൊക്കെ അറിയുന്ന അറബി ഭാഷ, അറബി സാഹിത്യം എന്ന് പറയുന്നത് പലപ്പോഴും നമ്മളുടെ ഒരു ജോലിയുടെയും മറ്റുമൊക്കെ ഭാഗമായി ഗൾഫ് രാജ്യങ്ങളിലേക്ക് പോകുമ്പോഴുള്ള പരിമിതമായ അറിവ് വെച്ചുകൊണ്ടാണ്. എന്നാൽ അത്ര സജീവമായ സർഗാത്മക പ്രവർത്തനങ്ങൾ നടക്കാത്ത പ്രദേശമാണ് ഗൾഫ് പ്രദേശം. അതേസമയം നമ്മൾ നോർത്ത് ആഫ്രിക്ക പോലെയുള്ള, അതേപോലെ തന്നെ ഏഷ്യയിലെ തന്നെ മറ്റു അറബ് രാഷ്ട്രങ്ങൾ നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ ഈജിപ്തും അൾജീരിയയും മൊറോക്കോയും ടുണീഷ്യയും സിറിയയും ഒക്കെ അടക്കമുള്ള, ഇറാഖ് അടക്കമുള്ള രാജ്യങ്ങളിൽ നടക്കുന്ന അറബ് ഭാഷാ സാഹിത്യ രംഗത്തുള്ള പ്രവർത്തനങ്ങൾ വെച്ച് നോക്കുമ്പോൾ ലോകത്ത് ഇന്ന് മറ്റ് ഏത് ഭാഷാ സാഹിത്യത്തെയും കിടപിടിക്കാവുന്ന രൂപത്തിലുള്ള സാഹിത്യ പ്രവർത്തനങ്ങൾ, രചനകൾ, വിമർശനങ്ങൾ, ആശയവിനിമയം നടത്താനും കഴിയുന്ന ഒരു ഭാഷയാണ്. അതിനുള്ള ഒരു ഭൂമിശാസ്ത്രപരമായ ഭൂമിക അറബി ഭാഷയ്ക്കുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ പാൻഡമിക് ലിറ്ററേച്ചറുമായി ബന്ധപ്പെട്ട ഒരുപാട് ചലനങ്ങൾ അറബി ഭാഷയിൽ അന്താരാഷ്ട്ര തലത്തിൽ ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ ചുവട് പിടിച്ചും അല്ലാതെയും ഇന്ത്യയിലും കേരളത്തിലുമൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ മക്കാമ കൊറോണിയ എന്ന പേരിൽ ഒരു കൊറോണയ്ക്ക് വേണ്ടി ഒരു ഖണ്ഡകാവ്യം എഴുതുന്ന രൂപത്തിൽ മലയാളി കവികൾ വരെ രംഗത്ത് വരുന്ന, മലയാളികളായ അറബി കവികൾ വരെ രംഗത്ത് വരുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് പ്രത്യേകം എടുത്തു പറയേണ്ടതായിട്ട് എനിക്ക് തോന്നുന്നു.